ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും കുഞ്ഞമ്മക്ക് പാവം ഏകദേശം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്താൻ വളരെ വൈകിപ്പോയിരുന്നു. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേനും ഏകദേശം എനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു അവൻ ഉറങ്ങാറായിട്ടുണ്ടാവുമെന്ന്. വണ്ടി എടുത്തിട്ട് നേരെ പോണത് മക്കുവിനെ കാണണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. ഇന്നത്തെ കളികളൊക്കെ കഴിഞ്ഞ് ഏകദേശം മക്കു ഉറങ്ങാറായിട്ടുണ്ടായിരുന്നു എന്നോട് അവിടുന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ എവിടെയും വണ്ടി നിർത്തി സമയം ചിലവഴിക്കാതെ ഞാൻ നേരെ മക്കുവിനെ കാണണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ പറപ്പിച്ചു ഞാൻ വണ്ടി. മക്കുവിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. മക്കുവിനും അങ്ങനെ തന്നെയെന്ന് തോന്നുന്നു. കണ്ടില്ല, എൻ്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഉറങ്ങണവൻ ഉറക്കം തൂങ്ങി വീഴുക. കണ്ണ് കണ്ടില്ല, ഇങ്ങനെ അടഞ്ഞ് തുറന്ന് ഏകദേശം നല്ല ഉറക്കത്തിലെത്തിക്കണം മച്ചാൻ. ഇതേ ഉറക്കം തൂങ്ങി ഈ സൈഡിലേക്ക് വീഴുന്നു. അവനെ കുറച്ച് മടിയിലിരുത്തി തലോടിയപ്പോഴാണ് എനിക്കൊരു സമാധാനം. അവനക്കും അങ്ങനെ തന്നെയെന്ന് തോന്നുന്നു. എന്തായാലും പാവം കുട്ടി ഉറങ്ങാണ്. ഉറങ്ങട്ടെ. ഞാൻ അവന് കുറച്ച് തലോടി കൊടുത്തു മേത്തൊക്കെ. ഞാൻ വർക്ക് കഴിഞ്ഞ് നേരെ ഡ്രസ്സ് മാറി മക്കുൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും എന്നെ കണ്ട പാതി കാണാത്ത പാതി എൻ്റെ മടിയിൽ ചാടി കയറി കുത്തിരുന്നു കേട്ടോ. എന്തായാലും പാവം പൂർണ്ണ ഉറക്കത്തേക്ക് പോയിട്ടുണ്ട് എന്തായാലും.